السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا طيبا مباركا فيه. الحمد لله على كل حال ونعمة الحال. اللهم صل وسلم على رسولنا نبينا سيدنا وحبيبنا وشفيعنا محمد المصطفى صلى الله عليه وسلم وعلى أزواجه وذريته وآله وصحبه أجمعين وسلم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فَتَعَلَّمُوا كَلِمَةَ رَبِّكُمْ صِدْقًا وَعَدْلًا لَا مُبَدِّلَ لِكَلِمَاتِهِ وَاللَّهُ سَمِيعٌ عَلِيمٌ. صدق الله العلي العظيم وصدق رسوله الكريم. يريد بالإصلاح والصواب والمغفرة لله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളും ഇസ്ലാമിക പ്രവർത്തകരുടെ ക്ഷണിച്ചു ഞങ്ങളുടെ ഏകദേശമാണ് ഇഫ്താർ സമയം സഹോദരങ്ങളെ സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ ഇതിലോട്ടും ഒരിടത്തും നമുക്ക് ഫലപ്രദമായ പഠനങ്ങൾ നമ്മിൽ സ്വീകരിക്കുമാറാകും. വളരെ സന്തോഷത്തിലാണ് നിലനിൽക്കുന്നത്. സത്യവിശ്വാസികൾ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം. അൽഹംദുലില്ലാഹ് വളരെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ൂടെയും ഈ സമയത്ത് നമ്മൾ നോമ്പ് തുറന്നിട്ടുള്ളത്. രണ്ടാമത്തെ സന്തോഷം നോമ്പിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷം. സത്യവിശ്വാസികൾക്ക് നോമ്പ് തുറയും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ഒരുപോലുള്ള സന്തോഷമാണ് എന്ന് നബി തിരുമേനി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് ഇസ്ലാമിക സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ കർമ്മങ്ങളൊക്കെ തന്നെയും ഏതോ ഒരർത്ഥത്തിൽ ഭംഗിയായി നിർവഹിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നബി തിരുമേനി പറഞ്ഞല്ലോ പുതിയ ഇസ്ലാം ഇസ്ലാമാകുന്ന ഈ ദർശനം അല്ലെങ്കിൽ ഇസ്ലാമാകുന്ന ഈ വ്യവസ്ഥ, ഈ രീതിശാസ്ത്രം, ഈ മതം, ഈ കർമ്മം, ഈ ചിന്ത, ഇസ്ലാമാകുന്ന ഈ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ 5 കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടാണ്. അതിനാണ് നമ്മൾ ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ വ്യക്തിയിൽ, കുടുംബത്തിൽ, സംഘടനകളിൽ, സമൂഹങ്ങളിൽ, രാജ്യങ്ങളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ മുതൽ രാഷ്ട്രങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ഈ 5 കാര്യങ്ങളും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നേരത്തെ ഡോക്ടർ മുഹമ്മദ് സാഹിബ് പറഞ്ഞല്ലോ, പരാധീനതകൾ, പരാമർശങ്ങൾ, സംഘർഷങ്ങൾ, അധിനിവേശങ്ങൾ, അടിച്ചമർത്തലുകൾ, നിസ്സഹായതകൾ, ഭിന്നതകൾ, ഇങ്ങനെ പോകുന്ന ഒരു മുസ്ലിം ഉമ്മത്ത് ഉണ്ടാവില്ല. ഈ 5 കാര്യങ്ങളും അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മർമ്മങ്ങൾ കൊടുത്തിട്ടുള്ള ഈ 5 കാര്യങ്ങൾ ശക്തമായിട്ട് വ്യക്തിയിലും അതിൻ്റെ ഉയർന്ന സംവിധാനമായ രാഷ്ട്ര
സംവിധാനത്തിലൂടെ നിലനിൽക്കുന്നത് ഇസ്ലാം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. വ്യക്തികൾ മുതൽ അതിൻ്റെ ഓരോ സംവിധാനങ്ങളും വളരെ മനോഹരമായി അതിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ അതിജീവിച്ചു സന്തോഷകരമായ ഒരു സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഈ 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ ഏറെക്കുറെ ഭംഗിയായിട്ട് എല്ലാ വിഭാഗങ്ങളും മുസ്ലിങ്ങൾ മാത്രമല്ല. ഈ കാമത്ത് സ്വലാത്തൊക്കെ ഒരു പ്രതീകമാണ്. കാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ആചാരം, അനുഷ്ഠാനം അതൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ജീവിതത്തെ നിലനിർത്തുന്നത് കാമത്ത് സ്വലാത്ത് എന്നതിൽ പറയുന്നത്. പക്ഷേ ചില അടിസ്ഥാനങ്ങളിൽ നിലനിർത്തുന്നതിന് വേണ്ടി അവരൊക്കെ തന്നെയും പ്രതീകാത്മകമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യും. മതപ്രസ്ഥാനങ്ങൾ, ഭൗതിക പ്രസ്ഥാനങ്ങൾ, കലാസംഘങ്ങൾ, സാഹിത്യ സംഘങ്ങൾ, രാഷ്ട്രങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾക്കൊക്കെ ചില അടയാളങ്ങൾ ഇതിനാണ്, അതങ്ങനെയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഭൗതിക പ്രസ്ഥാനങ്ങളും മതപ്രസ്ഥാനങ്ങൾക്കും ഒക്കെ ഉണ്ട്. ആ ഭൗതികമായ അവരാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തു. അങ്ങനെ ലോകത്തൊന്ന് നിയന്ത്രിക്കുന്ന മതക്കാരും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും സാമ്പത്തികരും അതുപോലെ തന്നെ സാമൂഹിക സംവിധാനങ്ങൾക്കൊക്കെ അത്തരം ഒരു സിസ്റ്റങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് സക്കാത്താണ്. ഇതായ സക്കാത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താത്തതാരും അന്താരാഷ്ട്ര വലിയ സംവിധാനങ്ങൾ മുതൽ സാധാരണ വ്യക്തികളടക്കം കഠിനാധ്വാനം ചെയ്ത് സാമ്പത്തികമായ മഹായുദ്ധങ്ങൾ മുതൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന അസുഖമെന്ന മാരകോത്സരത, പണത്തിനോടുള്ള ആർത്തിയും അതിനോടുള്ള ആസക്തിയും അത് സംഭരിച്ച് കൂട്ടിവെക്കാനുള്ള ത്വരയിൽ നിന്നാണ് മഹായുദ്ധങ്ങൾ മുതൽ വ്യക്തികളുടെ അതിമാരകമായ പ്രവണതകളൊക്കെ സംഭവിക്കുന്നത്. സൂക്ഷ്മ പരിശോധന. ഇലാഹല്ലെങ്കിൽ പിന്നെ പണമായിരിക്കുന്നില്ല. അത് ഇസം പറയും, മതം പറയും, രാഷ്ട്രീയം പറയും, കലയും സാഹിത്യവും ശാസ്ത്രവും വിദ്യാഭ്യാസമൊക്കെ പറയും. പക്ഷെ അതിന്റെ ഇലാഹ് പണമായിരിക്കും. അള്ളാഹു അല്ലെങ്കിൽ പിന്നെ പണം. അപ്പൊ പണത്തിന് വേണ്ടി നെട്ടോട്ടം കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താത്തവർ ലോകത്താരുമില്ല. പക്ഷെ ഇസ്ലാം അതിനെ സക്കാത്തുമായിട്ടാണ് കൂട്ടിവെച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. സക്കാത്ത് എന്നുള്ള പദം ഒരു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ പദപ്രയോഗമല്ല, ഒരിക്കലും വളരെ സൂക്ഷ്മമായിട്ടാണ് പ്രധാന പദം പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം സക്കാത്ത് എന്ന് പറയുന്നതിന് വിശുദ്ധി എന്നാണ് അർത്ഥം. വിശുദ്ധിയുള്ള സമ്പത്താണ്. രാഷ്ട്രത്തിന്റെ സമ്പത്ത്, വ്യക്തിയുടെ സമ്പത്ത്, പാർട്ടികളുടെ സമ്പത്ത്, മതസംഘടനകളുടെ സമ്പത്ത്, വിവാഹ കുടുംബങ്ങളുടെയും കുലങ്ങളുടെയും ഒക്കെ സമ്പത്ത്, ബാങ്കിന്റെ സമ്പത്ത്, വ്യവസായത്തിന്റെ സമ്പത്ത്, വ്യാപാരത്തിന്റെ സമ്പത്ത്, സാമ്പത്തികമായ ക്രിയക്രയങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ടോ ആ സമ്പത്ത് ശുദ്ധിയുള്ളതായിരിക്കണം. സക്കാത്ത് എന്നുള്ളതിന്റെ അർത്ഥം വിശുദ്ധി എന്നാണ്. ശുദ്ധിയുള്ള സമ്പത്തായിരിക്കണം. ഇന്ന് ശുദ്ധിയുള്ള സമ്പത്ത് അമേരിക്കൻ സമ്പത്ത് അതല്ല. ഇന്ത്യയുടെ സമ്പത്ത് പോലും അതാണോ എന്ന് പുതിയ കണ്ടെത്തൽ അംബാനിയും ഒക്കെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിനാണ് പ്രമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടന നാണയ നിരോധം മുതൽ അമേരിക്കക്ക് തീരെഴുതുന്നതടക്കമുള്ള അതിമാരകമായ പ്രവണതകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തൊരു സക്കാത്തിന്റെ സമ്പദ്ഘടനയുണ്ട്. സക്കാത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെ ബൃഹത്തായി. പക്ഷെ ഇസ്ലാം അതിനെ ഒന്ന് ശുദ്ധീകരിച്ചു. രണ്ടാമത്തത് വളർച്ചയുണ്ടാകും. വ്യക്തികളോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളോ മാത്രം വളരുക, ഡെവലപ്മെന്റ് ഉണ്ട്. സക്കാത്ത് എന്നുള്ള പദത്തിന്റെ അത് വളർച്ച എന്നാണ് ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം. എല്ലാവരും വളരണം. ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും കിഴക്കനേഷ്യൻ രാജ്യങ്ങളും ഒക്കെ തകർന്നു മുടിയുക. ഇന്ത്യയിലെ നേരത്തെ ഒരു വിഷയത്തിലൂടെ വന്നല്ലോ, ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ കടക്കിടിയൊക്കെ വളരെ മാരകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താത്തതാണ്. പക്ഷെ സക്കാത്തില്ലേ, വിശുദ്ധിയുള്ള വളർച്ചയുള്ള ഒരു സമ്പദ്ഘടന ലോകത്തില്ലേ. നാലാമത്തതാണ് റമദാൻ. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാർണിവൽ സ്വഭാവത്തിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് റമദാൻ എന്ന് പറയുന്നത്. ഈ മുസ്ലിം ഉമ്മ അതിന്റെ രാഷ്ട്രങ്ങൾ മുതൽ വ്യക്തികളടക്കം ഇത്ര മനോഹരമായി സ്വീകരിക്കുന്ന ഇസ്ലാമിലെ മറ്റൊരു കർമ്മമുണ്ടോ എന്നുള്ളത് വളരെ സംശയകരമാണ്. ഫർദ് നമസ്കാരങ്ങൾക്ക് പോലും ഇത്രയധികം സ്വീകാര്യത കിട്ടില്ല. നമ്മുടെ സുബഹി നമസ്കാരം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനാണല്ല. നമ്മൾ ഇസ്ലാം ജയിക്കുമോ, മുസ്ലിങ്ങൾ രക്ഷപ്പെടുമോ, വ്യക്തി വിജയിക്കുമോ എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് സുബഹി ബാങ്കിന് റമദാൻ നമസ്കാരത്തെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്. റമദാനെ മാത്രം ഒരു നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. ഖുർആനിൽ എവിടെയും റമദാനും നമസ്കാരവും തമ്മിൽ ചേർത്ത് പറഞ്ഞിട്ടില്ല. പിന്നെയും ചേർത്ത് പറഞ്ഞിട്ടുള്ളത് നമസ്കാരവും സക്കാത്തും തമ്മിലാണ്. നമ്മൾ അത് രണ്ടും അങ്ങനെ കൂട്ടി പറയാറില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം നോമ്പനുഷ്ഠിച്ചാൽ, നമസ്കരിച്ചാൽ അത് മാത്രമേ നമസ്കാരമായിട്ട്, അതുപോലെ രാത്രി നമസ്കാരം ഇതിൽ പ്രത്യേകമായി സുന്നത്താക്കിയിരിക്കുന്നു. അതല്ലാതെ ഒരു പ്രത്യേക നമസ്കാരത്തിനെ കുറിച്ചൊന്നും റമദാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടില്ല.
അതേസമയം എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ വീടുകളിൽ സുബഹിക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന വീടുകൾ നിങ്ങൾക്ക് വിജയിക്കണ്ടേ? തോറ്റുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. തോൽക്കുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. നമ്മൾ അതിജീവിക്കും, നമ്മൾ അഭിമുഖീകരിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകും. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനെ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രവചിച്ച പ്രവചനം ആധുനിക ലോകത്ത് പുലരേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ടുള്ളത് തോൽക്കാനല്ല, അടിയറവ് പറയാനല്ല, പരാജയപ്പെടാനല്ല. ഗർഭാപസി നടത്തിയ ഹിന്ദു ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും ഒക്കെ മടങ്ങിച്ചല്ല മോഹൻ ഭാഗവത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അർഷദ് മദനി വളരെ മനോഹരമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാത്രമാണ് ഉമ്മാന്റെ മുലപ്പാല കുടിച്ചത് നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങൾ കുടിച്ചത് ഉമ്മമാരുടെ മുലപ്പാല തന്നെയാണ്. 10-25 വർഷമായി ഞങ്ങൾ ഈ വർത്തമാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗർഭാപസി നടത്തിയിട്ട് മോഹൻ ഭാഗവതിന്റെ അടുത്തേക്ക്, മോഹൻ ഭാഗവത് സൈനിസത്തിന്റെ സന്തതിയാണ്. RSS എന്ന് പറയുന്നത് ലോകത്തിലെ ഇബ്ലീസ്, ലോകത്തിലെ ശൈത്താൻ, ലോകത്തിലെ താവൂത്ത്, ലോകത്തിലെ ലാലിബ്, ഫാസിഖ്, മുനാഫിഖ് എന്നൊക്കെ ആരെ കുറിച്ചാണ്? ഒരു ഘടനയെ കുറിച്ച്, ഒരു രാഷ്ട്രത്തെ കുറിച്ച്, ഒരു സംവിധാനത്തെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അത് മൂസാ നബിയുടെ അനുയായിയല്ല, അത് ഇബ്ലീസിന്റെ അനുയായിയാണ്, ശൈത്താന്റെ അനുയായിയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭൂമി മുഴുവൻ നശീകരിക്കാൻ, വിശ്വാസത്തിന്റെ നശീകരണം, മതങ്ങളുടെ നശീകരണം, ഭൗതികമായ പ്രവർത്തനങ്ങളുടെ നശീകരണം, സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയുടെയൊക്കെ നശീകരണം, കലാസാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ ശാസ്ത്ര സംവിധാനങ്ങളുടെയൊക്കെ നശീകരണ പ്രവർത്തനങ്ങൾക്ക്, നശീകരണം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകൾക്ക്, ഫസാദിനും ഫിത്നയ്ക്കും വേണ്ടി ഓടി നടക്കുന്ന സംഘമാണ് അവർ. അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന റിമോട്ട് കൺട്രോൾ, അതിന്റെ യജമാനത്വത്തിന്റെ കീഴിലാണ് RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ മാരക സംഘം വളർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ അവരൊക്കെ തന്നെയും ഇവരൊക്കെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ, വിജയിക്കണം, തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ഹയ്യാലൽ സ്വലാ, വരുവിൻ നിങ്ങൾ നമസ്കാരത്തിലേക്ക്. എന്റെ പ്രിയപ്പെട്ട ബാംഗ്ലൂരിലെ സഹോദരി സഹോദരന്മാരോട് ഇഷ്ടംപോലെ പള്ളികളുണ്ട് നിങ്ങളുടെ പരിസരത്തിൽ. ആ പള്ളികളിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സംഘപരിവാരത്തിന്റെ ഒരുത്താൽ ഇനി ഒരു പള്ളിക്ക് ബാബരി മസ്ജിദ് എന്ന് പേരിടാൻ പാടില്ല എന്ന്, ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കില്ല എന്ന് യോഗി നമ്മളവിടെ പ്രഖ്യാപിക്കുന്നു. ഇനി ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ബാബരി മസ്ജിദ് അകർന്നുകൊണ്ട് പോകുന്നതല്ല മുസ്ലിം ഉമ്മ. അതേസമയം ഉള്ള പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പള്ളികളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരത്തിന്റെ പേടി സ്വപ്നമായി നീതിയെയും നിയമത്തെയും വിശ്വാസത്തെയും ദൈവികതയെയും മൂല്യങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും മനുഷ്യത്വത്തെയും പ്രകൃതിയെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആസുര സംഘമായ, പൈശാചിക സംഘമായ സംഘപരിവാരത്തെ പ്രതിരോധിക്കുന്നിടത്ത്, അതിനെ നേരിടുന്നിടത്ത് തലകുത്തി നിൽക്കുകയാണ് ഇന്ത്യയിലെ മതപ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ. ചരിത്രപരമായി അത്തരമൊരു ദൗത്യം നിർവഹിക്കാൻ കെൽപ്പുള്ള ഉമ്മത്തായി ഇന്ത്യയിലെ 20 കോടി, 25 കോടി, 30 കോടി വരുന്ന മുസ്ലിം ഉമ്മത്ത് സംഘപരിവാരത്തിന് ഉപ്പിട്ട വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തായിരിക്കും. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഹയ്യാലൽ സ്വലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവിൻ. ഹയ്യാലൽ ഫലാ, നിങ്ങൾ വിജയത്തിലേക്ക് വരുവിൻ. അസ്സലാത്തു ഖൈറും മിനൻ നൗം. നോമ്പ് നോറ്റിട്ട് ഉറങ്ങും മിക്കവാറും, അല്ലെങ്കിൽ മൊബൈലും കമ്പ്യൂട്ടറും TV ഒക്കെ ഇരിക്കും. നമ്മളെ സംവിധാനങ്ങൾ നിർണ്ണയിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങുന്നതിന് പകരം ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അപ്പൊ റമദാനിലെ സ്പെഷ്യൽ നമസ്കാരമല്ല, നമ്മൾ നിലനിർത്തുന്ന ഒരു നമസ്കാരമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ബദർ യുദ്ധത്തിന്റെ പ്രതിസന്ധി മുതൽ സ്വന്തം കുട്ടികൾ മരണപ്പെടുന്ന സന്ദർഭത്തിലടക്കം ബിലാലെ ആശ്വസിക്കൂ, ഇഖാമത്തുണ്ട്. ഓരോ നമസ്കാരവും അതിജീവനമാണ്, ഓരോ നമസ്കാരവും നവോത്ഥാനമാണ്, ഓരോ നമസ്കാരവും പുതുജീവനാണ്, ഓരോ നമസ്കാരവും പുതിയ ശക്തി നമ്മളിലേക്ക് പകർന്നു നൽകുന്ന പവർ ഹൗസാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തെയും സകാത്തിനെയും എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് റമദാനിനെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ഉമ്മത്താണ് ആഗോള തലത്തിൽ മുതൽ പ്രാദേശിക തലത്തിലടക്കം നമ്മളാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ഈ റമദാൻ എന്തിനു വേണ്ടി അള്ളാഹു വെച്ചു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മലയാളത്തിലെ ഉപവാസം എന്ന അർത്ഥമുണ്ട്. നോമ്പിന് മലയാളത്തിൽ ഉപവസിക്കാന്ന് പറയും. സംസ്കൃത പദമാണത് എന്നാ തോന്നുന്നത്. എന്നൊക്കെ പറഞ്ഞാലും സംസ്കൃത പദം തന്നെ തോന്നുന്നു. ഉപവസിക്കുക, ഒന്നിന്റെ കൂടെ താമസിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉപവാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്നിന്റെ കൂടെ താമസിക്കുക. നിങ്ങൾ ആരുടെ കൂടെ താമസിക്കുന്നു? നിങ്ങളുടെ ഇണയുണ്ട്, അതുപോലെ നിങ്ങളുടെ മക്കളുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുണ്ട്, നിങ്ങളുടെ കുടുംബങ്ങളുണ്ട്, നിങ്ങളുടെ അയൽപ്പക്കങ്ങളുണ്ട്.
പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ തൊഴില്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ഭൗതികമായ പല സംവിധാനങ്ങളുടെയും കൂടെ 24 മണിക്കൂറും കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റമദാൻ ഞാനാണ് ഇതിന് പ്രതിഫലം നൽകുക. ഈ റമദാനിൽ നിങ്ങൾ എന്റെ കൂടെ വിരുന്ന് താമസിക്കുക, അല്ലാഹുവിന്റെ കൂടെ താമസിക്കുക. മോഡിയെ കാണാൻ ആളുകൾ അങ്ങോട്ട് പോകുന്ന കാലമാണ്. കാരണം അത്രയും ഭയങ്കരനാണ് അയാൾ. അദ്ദേഹത്തെ കണ്ടാൽ സർട്ടിഫിക്കറ്റ് കിട്ടും, പരിഗണനകൾ ലഭിക്കും. അതുകൊണ്ട് മോഡി എന്ന് പറയും. നമുക്ക് ഇഷ്ടപ്പെട്ട, ബഹുമാനിക്കുന്ന, ആഗ്രഹിക്കുന്ന വമ്പന്മാരെ കാണാൻ ഇപ്പൊ ബാംഗ്ലൂർ മമ്മൂട്ടി വരുന്നുണ്ട്. നോക്കുക നിങ്ങൾ, മലയാളത്തിന്റെ സൗന്ദര്യം എന്നാണ് പറയുന്നത്. 90 വയസ്സായിട്ട് മികച്ച അഭിനയ പോട്ടെ, അവന്റെ ബോളിവുഡിലടക്കം ഹമ്പിച്ച ആ ഒരു മാസ്മരിക അവതരണമൊക്കെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. മമ്മൂട്ടി വരിക എന്ന് പറഞ്ഞാൽ മൊത്തൊഴിവ് അവിടേക്ക്. മമ്മൂട്ടിയെ കാണാൻ അദ്ദേഹത്തിന്റെ കൂടെ കുറഞ്ഞ സമയം വിരാട് കോഹ്ലി വരുന്നു. കഴിഞ്ഞ RCB-യുമായിട്ടുള്ള കളിയിൽ കപ്പ് വിട്ട് 10-40 മരിച്ചില്ലേ ബാംഗ്ലൂരിൽ? ആ കപ്പ് കാണാൻ, കോഹ്ലിയെ കാണാൻ ആരാണ് കോഹ്ലി, ആരാണ് രോഹിത് ശർമ്മ, ആരാണ് ഫക്കർ സമാൻ, ആരാണ് ബാബർ ആസം, ആരെയാണ് നമ്മൾ കാണേണ്ടത്? ഏത് പാർട്ടിയുടെ, ഏത് മതത്തിന്റെ, ഏത് സംഘടനയുടെ, ഏത് കായിക താരത്തിന്റെ, ഏത് കലാതാരത്തിന്റെ കൂടെയാണ് നമ്മൾ താമസിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ റമദാൻ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കൂടെ താമസിക്കാനുള്ളതാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ താമസിക്കുക. വിശദീകരിക്കേണ്ട ഭാഗമാണത്. എല്ലാ ഭാഗങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകാനാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കരുണാവാരിധിയായ അല്ലാഹ്, എന്റെ അതോറിറ്റി അവനാണ്, എന്നിലുള്ള സുപ്രീം സോവറിറ്റി അവനാണ്. അവനാണ് ഹുവല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നാ മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രിയെ, നമ്മുടെ പ്രധാനമന്ത്രിയെ, നമ്മുടെ ട്രംപിനെ, നമ്മുടെ നെതന്യാഹുവിനെ, നമ്മുടെ റൊണാൾഡോ, മെസ്സി, ഇങ്ങനെ തുടങ്ങുന്ന അദാനിയും അംബാനിയും ഇലോൺ മസ്കും അടക്കമുള്ള സകലതിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് അവരാരും സ്വയംഭൂവല്ല, അവരാരും സ്വയം ജനിച്ചു വന്നവരല്ല. കരുണാഭാരതിയായ റബ്ബാണ്. ഹുവല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാത്തിന്റെയും സൃഷ്ടാവ് അവനാണ്. എടോ, നിങ്ങളെ സൃഷ്ടിക്കലാണോ പണി, അതോ ഈ സ്പേസ്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കലാണോ എനിക്ക് പ്രയാസമുള്ളത്? ഈ സ്പേസ് സൃഷ്ടിച്ചത് ഞാനാ. ഇതിൽ മതത്തിന് പങ്കില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കില്ല, സംഘടനകൾക്ക് പങ്കില്ല, അതുപോലെ തന്നെ ശാസ്ത്രത്തിനും സമ്പത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും ഒന്നും പങ്കില്ല. ഈ മഹാപ്രപഞ്ചത്തിന്റെ ഘടനാപരമായ സംവിധാനങ്ങളിൽ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുത്തിയിട്ടില്ല. എന്നിട്ട് അവസാനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്നെ ആരുണ്ടാക്കി? യാ അയ്യുഹൽ ഇൻസാൻ, ഇടമനുഷ്യ. ആ ഇടമനുഷ്യ എന്നോട് ഒന്ന് ചേർക്കണേ നമ്മളെ. യാ അയ്യുഹൽ സലീം, മിസ്റ്റർ സലീം. യാ അയ്യുഹൽ മുഖ്യമന്ത്രി, യാ അയ്യുഹൽ പ്രധാനമന്ത്രി, യാ അയ്യുഹൽ കലാകാരൻ, യാ അയ്യുഹൽ സാമ്പത്തിക വിദഗ്ധൻ, യാ അയ്യുഹൽ ശാസ്ത്രജ്ഞൻ. അവനെയാണ് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു മതക്കാരനെയും രാഷ്ട്രീയക്കാരനെയും വിളിച്ചുകൊണ്ടുള്ള വർത്തമാനമല്ലാതെ ഇവിടെ ജീവിക്കുന്ന 700 കോടി മനുഷ്യരോടും ഖുർആൻ വളരെ സത്യമായി സംസാരിക്കുന്നു, ധൈര്യത്തോടെ കൂടി സംസാരിക്കുന്നു. ആരാണ് നിന്നെ വഞ്ചിച്ചു നടന്നത്? നിന്റെ സമ്പത്തും, നിന്റെ സൗകര്യങ്ങളും, നിന്റെ വ്യാമോഹങ്ങളും, നിന്റെ സ്വപ്നങ്ങളും, നിന്റെ പ്രതീക്ഷകളും, നിനക്ക് കിട്ടുന്ന പിൻബലവും, നിന്റെ പദവിയും, നിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളും, പാർട്ടിയും സംഘടനകളും ബിസിനസ്സും ഒക്കെ നിന്നെ പറ്റിച്ചു കളഞ്ഞോ? നിന്നെ സൃഷ്ടിച്ചതവനാണ്. അവനാണ് നിന്റെ ഷേപ്പ് പോലും നിർണയിച്ചത്. മമ്മൂട്ടി മലയാളത്തിന്റെ സൗന്ദര്യമായി സ്വയം ഉണ്ടായി പോയവനല്ല. ഷാറൂഖ് ഖാൻ അങ്ങനെ മിന്നിത്തിളങ്ങാൻ സ്വയം രൂപഭാവങ്ങളോട് വന്നവനല്ല. ട്രംപും മോഡിയും ഒക്കെ അത്രമാത്രം 85 വീതി ഉണ്ടായത് അവരായിട്ടെന്തോ പണിയെടുത്തത് കൊണ്ടല്ല. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. ഞാൻ അവസാനിപ്പിക്കുന്ന ആ ഒരു ഭാഗം, ഒരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ പറയുന്നു. ആരാണ് അല്ലാഹു? നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ മക്കളെ മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഇടയെ മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ സമൂഹത്ത്, നമ്മുടെ ബാപ്പ, ഉമ്മ, ബിസിനസ്, പാർട്ടി, സംഘടന, പലതിനെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം അല്ലാഹു ആരാണ്? അവൻ, ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായ, വളരെ ഗൗരവത്തോടു കൂടി മറ്റൊരു ഭാഗം നമ്മുടെ മുമ്പിൽ എവിടേക്കാണോ നീ പോകാൻ പോകുന്നത്? അവസാനത്തെ മടക്കം നിന്റെ വീട്ടിലേക്കാണോ? നിന്റെ കുടുംബത്തിലേക്കാണോ? നിന്റെ മക്കളുടെ അടുത്തേക്കാണോ? നിന്റെ ഇണയുടെ അടുത്തേക്കാണോ? നിന്റെ പാർട്ടി ഓഫീസിലേക്കാണോ? നിന്റെ മതകേന്ദ്രത്തിലേക്കാണോ? നിന്റെ ഔദ്യോഗിക പദവികൾ അലങ്കരിച്ച കേന്ദ്രങ്ങളിലേക്കാണോ? നിന്നെ എടുക്കുകയും കൊണ്ടാടുകയും ചെയ്ത സമൂഹത്തിലേക്കാണോ നിന്റെ മടക്കം? ഇത് വളരെ ഗൗരവതരമാണ്. പാർട്ടികളും മതങ്ങളും സംഘടനകളും കുടുംബവും തറവാടും ഞാനും നിങ്ങളുമൊന്നും നമുക്കാരും സുരക്ഷിതത്വം നൽകാത്ത, നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ഇടപെടലും നടത്താത്ത,
നമ്മൾ ഒറ്റയ്ക്ക് അവിടെ വന്ന് പ്രയോഗിച്ച വ്യക്തിയാണ് വിളിക്കുന്നത്. ഏതെങ്കിലും കുടുംബത്തിനും സംഘടനകളിൽ പാർട്ടികളിൽ മതങ്ങളിൽ രാജ്യങ്ങളെയും അല്ല, നീ ഒറ്റക്ക് വിയർത്ത് കുളിച്ച് പരവശനായി വീണ് എഴുന്നേറ്റ് നരകിച്ച് സംഘർഷങ്ങളും സങ്കടങ്ങളിലും ഒക്കെ വീട് അവസാനം നീ എത്താൻ പോകുന്നത് നിന്റെ റബ്ബിന്റെ അടുക്കലേക്കാണ്. ഞാനും നിങ്ങൾ പോകാൻ പോകുന്നത് അല്ലാഹുവിന്റെ അടുത്തേക്കാണ്. എവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്? നിങ്ങൾ ഇപ്പോൾ ഇവിടെ വീണാൽ എന്ത് സംഭവിക്കും? ഞാൻ വീണാൽ ഇമാം ഹസൻ അൽ ബസരി മയ്യത്ത് കൊണ്ടുപോകാണ്. രണ്ടാ ആളുകളൊരു മയ്യത്ത് എടുത്തിട്ട് കൊണ്ടുപോകാണ്. ബസരിയോട് ചോദിച്ചു, ഇത് ആരുടെ മയ്യത്താണെന്ന് ചോദിച്ചു. ബസരി പറഞ്ഞു, ഇത് നിന്റെ മയ്യത്താണേ കൊണ്ടുപോകണം, നിന്റെ മയ്യത്താണേ കൊണ്ടുപോകണം. അപ്പൊ അയാൾക്ക് വീടിയായി, എന്റെ മയ്യത്തോ, ഞാൻ അവിടെ നീയാതെ വിചാരിക്കേണ്ട, എന്നെയാണ് കൊണ്ടുപോകണം വിചാരിച്ചാൽ മതി. ഹസൻ ബസരി പറഞ്ഞു. എന്നിട്ട് മറുപടി പറഞ്ഞു, എടോ, മരിച്ചവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, പക്ഷെ നാളെ നീ മനസ്സിലാക്കണം, വാപ്പാന്റെ മയ്യത്തേട്ട് വീട്ടിലേക്ക് കബറിടങ്ങളിലേക്ക്, നിങ്ങളുടെ മക്കളുടെ മയ്യത്തേട്ട് പോയിട്ടില്ലേ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളുടെ മയ്യത്തേട്ട് നിങ്ങൾ പോയിട്ടില്ലേ, നിങ്ങളുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും മയ്യത്തുമായിട്ട് കബറിടങ്ങളിലേക്ക് പോകുന്നവരാണ് നമ്മളൊക്കെ തന്നെയും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും പോയിക്കൊണ്ടിരിക്കും. പക്ഷേ കവി ഓർമ്മിപ്പിക്കുന്നത്, നീ ആരുടെ മയ്യത്താണോ വഹിച്ചു പോകുന്നത്, നാളെ നിന്റെ മയ്യത്തും ഇതുപോലെ കൊണ്ടുപോകപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. ഇതുപോലെ നിന്നെയും വഹിച്ചു കൊണ്ടുപോകുന്നു. ഹസൻ ബസരി പറഞ്ഞത്, വേടോ ഇത് നിന്റെ മയ്യത്താണ്. അതുകൊണ്ട് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്താ കഥ കഴിഞ്ഞു, ഇനി ഞാനായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോവാ. പാപ്പ മരിച്ചപ്പോ മക്കൾക്ക് സന്തോഷമായി, ഇനി സ്വന്തം കോരി വെച്ചിട്ട് എടുക്കാലോ. ഭർത്താവ് പോയപ്പോ ഭാര്യക്ക് സന്തോഷമായി, ഇനിയിപ്പോ എന്റെ സ്വാതന്ത്ര്യമല്ലോ. ഭാര്യ പോയപ്പോ ഭർത്താവിനും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവളായിരുന്നു വീട്ടിലെ വല്ലാത്തൊരു സാധനം. ഇനി നമ്മുടെ സ്വതന്ത്രമായി. മക്കളെ പോയപ്പോ വാപ്പാക്ക് സന്തോഷം. ഇങ്ങനെ ഇല്ലല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മളുടെ ഓരോരുത്തരെയും യാത്ര അയച്ച് നമ്മൾ അല്ലാഹുവിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ നമ്മളെയും കൊണ്ടുപോകും. എവിടേക്കാണ് ഈ പോക്ക്? ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനത്തെ യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രയാസമുള്ള യാത്രയാണ്. നമ്മളിപ്പോ ഇങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് കുറെ പണിയെടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാൻ ഇന്നലെ മുതലേ ധാരാളം അതിന്റെ വർക്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി സമയത്ത് വണ്ടി, ട്രെയിന്, യാത്ര, ഇഫ്താർ ഒക്കെ ആലോചിച്ച് നമ്മൾ ഇങ്ങോട്ടൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ധാരാളം മാനസിക സമ്മർദ്ദങ്ങളും പ്രായോഗിക സമ്മർദ്ദങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സുഖകരമായ സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെ നമ്മളുടെ യാത്ര അല്ലാഹുവിലേക്കാണ് പോകുന്നതെങ്കിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോണത്. അവസാനത്തെ കണ്ടുമുട്ടൽ, അവസാനം നിങ്ങൾ മുഖാമുഖം നിൽക്കുന്നത്. ഹദീസുകളിലൊക്കെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ വരും, നിന്നോട് ഒറ്റക്ക് സംസാരിക്കും, നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. എടോ, എന്റെ അനുഗ്രഹങ്ങൾ പറ്റിയവനെ, എന്റെ അനുഗ്രഹങ്ങളിൽ ജീവിച്ചവനെ, നീ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഭാഷ ഏതാണെങ്കിലും ശരി, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദ്യങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ എന്തായിരിക്കും എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നോമ്പ് തുറക്കുന്നവന്റെ രണ്ടാമത്തെ സന്തോഷം അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉപ്പയെ കാണുന്ന ഇഷ്ടം പോലും, നമ്മുടെ ഉമ്മയെ കാണുന്ന ഇഷ്ടം പോലും, നമ്മുടെ മക്കളെ കാണുന്ന ഇഷ്ടം പോലും, നമ്മുടെ നേതാവിനെയും സിനിമാ നടനെയും കായിക താരത്തെയും കാണുന്ന ഇഷ്ടം പോലും അല്ലാഹുവിനെ കാണുന്നിടത്ത് ഉണ്ടോ എന്നുള്ള ആത്മപരിശോധനയും ഇല്ലെങ്കിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ് എന്റെ ജീവിതത്തിലെ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടും. ആ ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. എന്താണെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്താൻ പോകും. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഈ റമദാൻ അല്ലാഹുവിന്റെ കൂടെ ഇരിക്കുക. ശരിക്കും ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് അരമണിക്കൂർ, ഒരു മണിക്കൂർ സമയങ്ങളിൽ ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് നമ്മളെ ഒരു സ്കാനിങ്ങിന് വിധേയമാക്കുക. നമ്മളെ സ്കാൻ ചെയ്യാൻ നമുക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. വേറെ ഇപ്പൊ പിന്നെ മൊബൈലിന് കുറച്ചൊക്കെ അടി, അതുകൊണ്ട് ഇസ്രായേലും RSS ഒക്കെ നന്നായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ ബന്ധങ്ങൾ, നിന്റെ നിലപാടുകൾ, നിന്റെ സമീപനങ്ങൾ, എന്ന് പറയുന്ന സോഫ്റ്റ് പവർ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ആധുനിക മനുഷ്യനെ നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മൊസാദിന്റെ CIA-യുടെ ആഗോള സാര വൃത്തികെട്ട ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മുടെ മൊബൈല് വെച്ചിട്ട് നിങ്ങളെയൊക്കെ കുറച്ച് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും ഒക്കെ കുറച്ചൊക്കെ എളുപ്പം മനസ്സിലാവും. അതിനനുസരിച്ചാണ് ഇസ്രായേൽ ഇപ്പൊ എല്ലാ ലോകഘടന പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞാൽ അതിപ്പം വന്നതുകൊണ്ട് ഇനി അതിന്റെ അപ്പുറം ചിലതൊന്നും അറിയാത്തുണ്ടാവും. നിങ്ങളുടെ എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും നിലപാടുകളും സമീപനങ്ങളും ഒക്കെ അറിയുന്നവരാണ് അല്ലാഹു. എല്ലാം അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് കൊണ്ട് നമ്മൾ ആ അല്ലാഹുവിന്റെ മുമ്പിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ട്
ഈ എല്ലാം അറിയുന്ന കരുണാഭാരതിയായ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെയാണ് ചെല്ലാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ നമസ്കാരങ്ങളുടെയും തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും ഒക്കെ വർദ്ധിപ്പിച്ച് ഖുർആനിലേക്ക് ആണ്ടകൊണ്ടിറങ്ങി നമ്മുടെ വ്യക്തി ജീവിതത്തെ ശുദ്ധീകരിച്ചും സംസ്കരിച്ചും അള്ളാഹ് പരിശോധിക്കുന്നതിന്റെ മുമ്പ് നമ്മളെ ഒന്ന് പരിശോധിക്കുക, ഒന്ന് സ്കാൻ ചെയ്യുക. അതിനുള്ള അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. അതൊന്നും നടക്കാതെ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കണില്ലേ? നമ്മൾ പഴയതുപോലെ തന്നെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ. ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് ഫാത്തിമ റളിയല്ലാഹുവിനെ കബറടക്കിയിട്ട് തിരിച്ചു പോരുന്നുണ്ട്. കുറെ നേരം കബറിൽ നിൽക്കുന്നുണ്ട്. ഫാത്തിമ എന്റെ പെണ്ണാണ്, എന്റെ കരളെന്റെ, നമ്മളൊക്കെ പെണ്ണ് നമുക്ക് ഇഷ്ടമുള്ളവളാണെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ടാവും. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ കഴിയില്ല. നീ എനിക്ക് ഇഷ്ടപ്പെട്ടവളാണ്, എന്റെ കരളിന്റെ കഷ്ണം. പക്ഷെ അന്നെക്കാൾ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നു. ആ റസൂലിനെ ഞാനും അബ്ബാസും കൊണ്ട് കുളിപ്പിച്ചത്, ഞങ്ങളാണ് ഖബറിലേക്ക് താഴ്ത്തിയത്. ആ പ്രവാചകന് ഞങ്ങൾ വിട നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ആയി ഫാത്തിമ, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം നീയാണ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നത്. നിന്റെ ഉപ്പയെ നീയാണ് ആദ്യം കണ്ടുമുട്ടാൻ പോകുന്നത്. എന്റെ സലാമൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ അവിടെ വെച്ച് സംഗമിക്കും. നിന്റെ ഉപ്പയുടെ അടുത്ത് നമ്മളൊക്കെ ഒരുമിച്ച് കൂടും. അത്തരത്തിലുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഫാത്തിമ, ഞാൻ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഖബറിന്റെ അടുത്ത് നിനക്കതുകൊണ്ട് ഗുണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഖബറിന്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അല്ല, ഞാൻ പോയത് കൊണ്ടെന്താ കാര്യം? പോയാലും നിന്നിട്ടൊന്നും നിനക്കൊരു കാര്യം കിട്ടാനില്ല. ഞാനിത് പറഞ്ഞെന്തിനാന്ന് നിങ്ങള് ഇന്ത്യങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് താഴ്ത്തി വെച്ച് അവസാനത്തവരും നടന്നുപോയി കഴിഞ്ഞാൽ പരവശതകളും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെയായി അല്ലാഹുവിന്റെ മലക്കുകളാൽ വലയം ചെയ്യപ്പെട്ട ഖബറിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്ന് മഹ്ശർ വരെയുള്ള ദീർഘമായ യാത്ര, അത് കഴിഞ്ഞിട്ട് നരകമോ സ്വർഗമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അതിമാരകമായ പരീക്ഷണ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ ആ ഒരു യാത്രയ്ക്ക്, ഖബറിലേക്കുള്ള യാത്രയ്ക്ക്, ബർസഖിലേക്കുള്ള യാത്രയ്ക്ക്, മഹ്ശറിലേക്കുള്ള യാത്രയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വിഭവങ്ങൾ സംഭരിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. 1-ന് 10, 10-ന് 70, 70-ന് 700, 700-ന് 7,07,000 ഒക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതൊരു സൽക്കർമ്മത്തിനും 7,000-ലധികം ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസക്കാലമാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞതുപോലെ നീതിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, സത്യത്തെ കൊന്നു കുടിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ആസുരകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാരകമായ ശക്തികൾ, ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലാഹുവിനെ അറിയുക എന്നുള്ളത് പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പിശാചിനെ അറിയുക എന്നുള്ളത്, ശൈത്താൻ അറിയുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിലെ ശൈത്താന്മാർ ആരൊക്കെയാണ്? സയനിസം അതിന്റെ മുമ്പിലുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. അതിനാൽ റിമോട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസം, ലോക മുതലാളിത്തമുണ്ട്. മനുഷ്യരെ മുഴുവൻ നിസ്സഹായരാക്കി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എക്കണോമിക്കൽ ടെററിസം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടെററിസം എന്ന് പറയുന്ന രാഷ്ട്രങ്ങളെയും വ്യക്തികളെയും ഒക്കെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക കൊള്ളകൾ, അതിന് നേതൃത്വം നൽകുന്നത് ക്യാപിറ്റലിസമാണ്. അതിന് ചൂട്ടുപിടിക്കുന്നത് ഇമ്പീരിയലിസമാണ്. അതിഭീകരമായ സ്വഭാവത്തിൽ അതിന്റെ ചാപ്പിളകളായി ഫാസിസവും നാസിസവും ഒക്കെ ഒരുമിച്ച് ചേർന്ന ഒരു വലതുപക്ഷ ഭീകരത ആഗോള മനുഷ്യനെ കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, രാഷ്ട്രങ്ങൾ, സമൂഹങ്ങൾ, മതങ്ങൾ, പാർട്ടികൾ വ്യത്യാസമില്ലാതെ മനുഷ്യ സമൂഹത്തെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാ നന്മകളെയും കുടിച്ചുമൂടുന്ന ഈ പൈശാചിക സംഘത്തിനെതിരെ, എല്ലാ മൂല്യങ്ങളുടെയും അന്തകന്മാരായ ഈ പൈശാചിക സംഘത്തിനെതിരെ വിശുദ്ധ റമദാനിന്റെ ദിവസങ്ങളിൽ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് ഒരു ഭാഗത്ത് പ്രാർത്ഥനകളും മറുഭാഗത്ത് പ്രവർത്തനങ്ങളും, നേരത്തെ പറഞ്ഞല്ലോ, ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ ഷഹീദുകളാവണം, നിങ്ങൾ ഷഹീദുകളാവണം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷികൾക്ക് ഷഹീദിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലമുണ്ട്. കരുണാഭാരതി അല്ലാഹുവിനെ അറിയാം. അല്ലാഹുവിനെ കുറിച്ച് നിലപാടില്ലെങ്കിൽ പിന്നെ അവൻ സാക്ഷിയാകുന്നത് അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. ജാതീയത, വർഗീയത, സാമുദായികത, ദേശീയത, മതം, സംഘടന, പാർട്ടി, കുടുംബം, സമ്പത്ത്, പദവികൾ, പലതിന്റെയും സാക്ഷികളായി അവൻ മാറുന്നതിന് പകരം അതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ലോകഘടനയിൽ
നിങ്ങൾ സത്യത്തിന്റെ നീതിയുടെ ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഖുർആന്റെ സ്വീകരണമാണല്ലോ റമദാൻ. സത്യവും നീതിയുമായി വന്നിട്ടുള്ള ഈ ഖുർആന്റെ പരിപൂർണതയും ഖുർആനിന്റെ ശക്തിയും ഖുർആനിന്റെ കരുത്തും യഥാർത്ഥത്തിൽ നീതിയെയും സത്യത്തെയും പ്രതിദാനം ചെയ്യുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ നിങ്ങൾ നിങ്ങളോട് എന്തെന്നില്ലാത്ത പകയും അതിരുവിട്ട ശത്രുതയും ഒക്കെ ചെയ്യാൻ ക്യാപിറ്റലിസവും ഫാസിസവും സയനിസവും കമ്മ്യൂണിസവും ലിബറലിസവും എത്തിസവും ഒക്കെ പരിശ്രമിക്കുന്നത് സത്യത്തെയും നീതിയെയുമാണ് വിശുദ്ധ ഖുർആൻ പ്രതിനിധീകരിക്കുന്നത് എന്നതാണ്. മതങ്ങളെയല്ല, പാർട്ടികളെയല്ല, സംഘടനകളെയല്ല, വംശങ്ങളെയും സമുദായങ്ങളെയും ജാതികളെയും അല്ല വിശുദ്ധ ഖുർആൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പ്രതിദാനം എന്ന് പറയുന്നത് സത്യത്തിന്റെയും നീതിയുടെയും സാക്ഷികളായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരണ്ട കാലത്ത്, ഉണങ്ങിയ കാലത്ത്, എല്ലാ പൈശാചികതകളെയും നമ്മളെ വളഞ്ഞു പിടിക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ കിതാബിനെയും മഹാപ്രവാചകനെയും മുറുകെ പിടിച്ചുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും സാക്ഷികളും വാഹകന്മാരുമായി ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹുവിലേക്ക് തീർത്ഥയാത്ര ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കാൻ കഴിയുന്ന, വിശുദ്ധ ഖുർആനിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന തഖ്വയും ബിർറും ഇഹ്സാനും ഒക്കെ ജീവിതത്തിനെ മനോഹരമാക്കി സ്വീകരിക്കാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങളായി ഈ റമദാനിന്റെ ദിനരാത്രങ്ങളെ കരുണാവാരിധിയായ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.